ഒല്ലങ്ങോട്ട് വായിക്കാണ്ട് കൊട്ടിയിടാൻ തോന്നുന്നു. നെയ്ച്ചോറ് അടിപൊളി, കിടുക്കാച്ചി അടിപൊളിയാണ്, സൂപ്പറാണ്, മജ്ജാപ്പ സൂപ്പർ അടിപൊളിയാണ്. ഞാൻ നെയ്ച്ചോറ് നിന്നിട്ട് എത്ര കാലം കഴിഞ്ഞ് അറിയാം. എനിക്ക് സത്യം പറയാണ്ടല്ലോ, ഇപ്പം അടുക്കളയിൽ നെയ്ച്ചോറ് ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ട്. എനിക്ക് അതും കൂടി ആയപ്പോൾ എനിക്ക് വേഗം നെയ്ച്ചോറ് ആയിക്കിട്ടേക്ക് വയറ് ചേർത്ത് തിന്നാൻ തോന്നുക. ഇപ്പൊ സമയം 6 മണി എത്ര ആയതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടാ കിങ്ങിനി അമ്മയും അടുക്കളയിൽ പണിയെടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇനി ആദ്യമായിട്ടാണ് എനിക്ക് എങ്ങനെ ഉള്ളി അരിയാൻ അടുക്കളയ്ക്ക് ഇറങ്ങിയത്. ആണെന്നാ അത് വെട്ടി വെച്ച് അപ്പൊ തന്നെ അമ്മ ഉള്ളി വറക്കാൻ തോന്നി. എത്ര മണിയാകുമ്പോ വാലൊക്കെ അടച്ചിട്ടൊക്കെ ഇനി വീടിന്റെ ഉള്ളിൽ തന്നെ നിർത്തിക്കോ, പണിയെടുപ്പിച്ചോ. ഞാൻ വ്ളോഗ് എടുക്കണ കണ്ടിട്ട് അമ്മ എപ്പോഴും ഇതന്നെ പറയാൻ നിക്കണ്. വ്ളോഗ് എടുത്തിട്ട് ഒന്നും കിട്ടുമെന്ന് അമ്മയ്ക്ക് പ്രതീക്ഷയില്ലല്ലേ? അമ്മ ഞാൻ പറഞ്ഞില്ല, കൊറേ ദിവസം കഴിയുന്നു അമ്മ എപ്പോഴും വ്ളോഗ് എടുക്കും ഇത് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പണിക്കോല്ല. അമ്മ ഇപ്പൊ പഠിക്കാൻ പോയിട്ട് പിറ്റേ ദിവസം തന്നെ അമ്മയ്ക്ക് പണി കിട്ടിയോ? അമ്മയ്ക്ക് കൂലിപ്പണി പഠിച്ചോണ്ട് അത് മാത്രമേ അറിയുള്ളൂ തോന്നണേ. വ്ളോഗിന്റെ കാര്യമൊന്നും അമ്മയ്ക്ക് അറിയില്ല തോന്നണേ. ഞാൻ എത്ര പറഞ്ഞു വ്ളോഗ് എടുക്കണം കൂലിപ്പണി എടുക്കണം കാട്ടി വലിയ കാര്യമാണ്, അടിപൊളി കാര്യമാണ് എന്നിട്ട് അമ്മയ്ക്ക് മനസ്സിലാവില്ല. ഇപ്പം ഉണ്ടല്ലോ അതിൻ്റെ ടയർ ആകെ നാശമായി കിടക്കുക കേട്ടോ. ഞാൻ കാണിച്ചത് ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് വേഗം വരാം, എന്നിട്ട് ഞാൻ ടയർ കാണിച്ചില്ല കേട്ടോ. അപ്പോൾ അകത്തുനിന്ന് അധികം വ്ളോഗ് എടുക്കാൻ പറ്റില്ല, ഫുള്ള് ഇടായും കൊണ്ട് എനിക്ക് അകത്തുനിന്ന് വ്ളോഗ് എടുക്കാൻ മടിയാവുക. ഒരു ഫോട്ടോ എടുക്കണത് ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ടയർ കാണിച്ചില്ല കേട്ടോ. എൻ്റെ വയൽ ട്യൂബ് ഇല്ലേ, അതിൻ്റെ ഒരു മൂടി പോലത്തെ സാധനമുണ്ട്, അത് പൊട്ടിപ്പോയി. ഇതുണ്ടോ ഇവിടെ പൊട്ടി പോയിക്കണേ. ഇപ്പൊ പാച്ചും എല്ലാവരും കൂടി സാധനം മേടിക്കാൻ പോയിട്ട് മുട്ടാന്നാണ് പേരൊക്കെ മാറ്റിയത്, എനിക്കറിയില്ല എങ്ങനെയാണ്. അവന്മാര് സാധനം മേടിക്കാൻ പോയിട്ട് മേടിച്ചു കൊണ്ടുവരട്ടെ, നമുക്ക് ഫിറ്റാക്കിയിട്ട് കാറ്റടിച്ച് നോക്കി നോക്കാം എന്താവാന്ന് അറിയില്ല. എന്തെങ്കിലും ഒച്ച ഉണ്ടാക്കണം നിങ്ങള് കിട്ടിയോ? എവിടെ പോയി? മേലെ എവിടെ? മേലെ എവിടെ? ആ അവിടെ ഇല്ല. അവിടെ ഇല്ല. ട്യൂബിന്റെ മേലത്തെ ഭാഗം പോയിക്കണ്. ഇപ്പൊ ആ സഞ്ചിയിലുണ്ട് നോക്കാം അല്ലേ, ഒരു സഞ്ചി ഉണ്ട്. അന്ന് സൈക്കിള് റിപ്പയർ ചെയ്തപ്പോഴേ സഞ്ചിയിൽ എന്തൊക്കെയോ സാധനങ്ങൾ ഇട്ടിക്കണേ, എല്ലാം നോക്കി നോക്കട്ടെ. ആ കവറിൽ നോക്കിയേക്കാം, അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല സാധനം. മറ്റേ വാൽറ്റ്യൂവിൻ്റെ മേലത്തെ ഒരു മൂടി പോലത്തെ ഉണ്ട്, ഒരു ഇരുമ്പിൻ്റെ എങ്ങനത്തെ ആണ്, ക്ലിയർ ആയിട്ട് അറിയില്ല. ആ സാധനം കാണുന്നില്ല. ചിക്കൻ കറി ആയോ? അല്ലായില്ലേ? ചള്ളാസ് അവൻ ഉണ്ടാക്കാമോ? കുറച്ചേ മൊബൈൽ കുട്ടിയാട്ടെ. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് എണീറ്റിട്ട് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചാ, പിന്നെ അതിലായിട്ട് ചോറ് കഴിച്ചില്ല. എനിക്ക് നല്ല വിശക്കുണ്ട്. അമ്മ നെയ്ച്ചോറ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നീ എപ്പോഴും എടുക്കാന്ന് അറിയില്ല. ചള്ളാസ് കൂടി ഉണ്ടാകട്ടെ കേട്ടോ. നെയ്ച്ചോറോ എല്ലാം റെഡിയാക്കി അമ്മ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ അടിപൊളി. ഞാൻ മൊബൈൽ കുത്തിവെച്ചിരിക്കുകയായിരുന്നു ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ചടുത്ത് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അടുത്ത നെയ്ച്ചോറ് കിട്ടാൻ എത്ര ദിവസം കാത്തിരുന്നു അറിയാം. ഏത് കൊല്ലം വെച്ചറിയും ഇതേപോലെ നെയ്ച്ചോറ്. ഇതിൻ്റെ മണം വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഒല്ലം അങ്ങോട്ട് വായിക്കാണ്ട് കൊട്ടിയിടാൻ തോന്നുന്നു. മുന്നേ നീ എപ്പോൾ തുടങ്ങിയ ജോലി? ഇപ്പോൾ തുടങ്ങിയുള്ളൂ, 12:45 അത്. ചോറ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ചോറ് അടിപൊളിയായിരുന്നു, തിന്നുകൊണ്ടല്ലോ നൊസ്റ്റാൾജിയ വല്ലോ അങ്ങോട്ട് ഓർമ്മ വന്നു. ഇനി നമുക്ക് ഒരു ടാസ്കും കൂടി ഉണ്ട്. ഇതൊന്ന് വിരിക്കാണ്ട് കണ്ടോ വല്ല അലങ്കോലായി കിടക്കുക. ഇവിടെ ഞങ്ങൾ 3 ആൾ കിടക്കണം. അപ്പോൾ ഇതിനെക്കാട്ടി മുന്നേ വേറൊരു സാധനം കൂടി നമുക്ക് ചെയ്യാണ്ട് കേട്ടോ. അമ്മ ചോറ് കഴിച്ച് വരട്ടെ. അമ്മയല്ലേ ഉണ്ടാക്കിയത്. അപ്പോൾ അമ്മയ്ക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കാൻ പോകും, കേൾക്കണം എല്ലാവരും. നെയ്ച്ചോറ് അടിപൊളി, കിടുക്കാച്ചി അടിപൊളിയാണ്, സൂപ്പറാണ്, മജ്ജാപ്പ സൂപ്പർ അടിപൊളി. ഇത് പറയാൻ ഞാൻ നേരത്തെ വിചാരിച്ചിരുന്നത്, സമയം കുറേ ആയി. എന്തെങ്കിലുമൊക്കെ പറയാണ്ട് അമ്മയ്ക്ക് ബിരിയാണി നെയ്ച്ചോറ് ഉണ്ടാക്കി. നെയ്ച്ചോറ് അത് മതി. ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കാൻ കാരണമൊന്നുമില്ല, കുറച്ച് അരി ഉണ്ടായി ബാക്കി. അപ്പൊ വെറുതെ കുറച്ചടുത്ത് ഇവിടെ കിടക്കാൻ 3 ആളുണ്ടായിരുന്നു, ഇപ്പോ 2 ആള്, ഞാനും ഈ ഉണ്ണിയും. എന്താ ഉണ്ണി? ഉണ്ണീൻ്റെ പേരെന്താ? റിയൽ നെയിം ചെയ്ത ഉണ്ണി. ആ തുറന്നു കൊടുക്കും ഉണ്ണി. ഇത് വിരിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ കിടക്കും, അവിടെ ഉണ്ണി കിടക്കും. അതാരാ അമ്മേ? ഇതാരാ? വില്ലൻ. റൂമെല്ലാം വൃത്തിയാക്കി വിരിച്ച് സെറ്റാക്കിയുണ്ട് കേട്ടോ. ഇനി അമ്മയും കിങ്ങിണി ഇവിടെ കിടക്കും, ഞങ്ങൾ അപ്പുറത്ത് കിടക്കും. ഇപ്പൊ അല്ല ഇപ്പൊ ഇവിടെ ഇപ്പൊ നിങ്ങളാണ് ഇവിടെ. അതിനെ വിരിച്ചു വെച്ചിരിക്കണത്. ഇതൊക്കെ പുതപ്പേര് വിരിച്ചു വെച്ചിരിക്കണത്. എഡിറ്റ് ചെയ്യാനും കടന്നുറങ്ങാനും തുടങ്ങാം കേട്ടോ. മുട്ട വൈകുന്നേരം ഉണ്ടായിരുന്നു, എന്നിട്ട്
അവൻ്റെ മാമ വന്ന് വിളിച്ചോണ്ട് പോയി. പനി കഴിഞ്ഞിട്ട് ആദ്യം ഇങ്ങോട്ട് വരും, അത് കഴിഞ്ഞിട്ട് ആ വീട്ടിൽ പോവാം. അപ്പൊ അവന് അവന്റെ മാമന്റെ ഒപ്പം പോയിക്കുന്നുണ്ട് കേട്ടോ. നിന്റെ വിഗൊക്കെ കുറച്ച് നേരം ഓടി കാണിക്കുന്നുണ്ട്. ഇതൊക്കെ അവന്റെ വിഗ് പോലെ ഉണ്ടല്ലേ, അവന്റെ മുടി അടിപൊളിയല്ലേ. നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെയൊക്കെ നേച്ചറൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കിട്ടലിനായിട്ട് സ്റ്റോറി ഇടുക, പോസ്റ്റ് ഇട്ടോ, എല്ലാം അടിപൊളിയായിട്ട് പോസിറ്റീവായിട്ട് അങ്ങനെ പോകട്ടോ. അപ്പോൾ നാളെ നമുക്ക് കുറച്ചും കൂടി അടിപൊളിയാക്കാൻ പറ്റുമോ നോക്കി വെക്കാം. നാളെ കാണാം കേട്ടോ. നമുക്ക് നാളെ നിങ്ങൾ കമൻറ്റ് ചെയ്യും എന്തെങ്കിലും കമൻറ്റ് ചെയ്യും വേഗം. അപ്പോൾ നമുക്ക് നാളത്തെ ബ്ലോഗ് കാണാം കേട്ടോ. ബൈ.